കർണാടകയിലെ ഹുൻസൂരിൽ മലയാളിയായ ബാങ്ക് ജീവനക്കാരിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീയാണ് മരിച്ചത്. ഹുൻസൂരിൽ SBI ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ഷഫീഖ് നസറുദ്ദീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീഖ്, കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനുശ്രീ ഹുൻസൂർ SBI ബാങ്ക് ജീവനക്കാരിയാണ്. ഈ വരുന്ന ഡിസംബറിൽ അനുശ്രീയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്താണ് മരണകാരണം എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ മരണവിവരം അറിഞ്ഞ് കാഞ്ഞങ്ങാട് നിന്ന് ബന്ധുക്കൾ ഹുൻസൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ അവിടെ എത്തുന്നു. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് വേറൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അനുശ്രീയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് അമലും ജീവൻ കളഞ്ഞു എന്നുള്ള രീതിയിലാണ്. കർണാടകയിലെ ഹുൻസൂരിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ മലയാളി യുവതി ജീവനൊടുക്കി. പിന്നാലെ പ്രതിസുത വരനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. SBI ജീവനക്കാരായ കാസർഗോഡ് സ്വദേശി അനുശ്രീയും കണ്ണൂർ സ്വദേശി അമലുമാണ് മരിച്ചത്. ഡിസംബർ 26-ന് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. കാസർഗോഡ് കാട്ടാമ്പള്ളി സ്വദേശിയായ 25-കാരി അനുശ്രീ ഇന്നലെ രാത്രിയാണ് ജീവനൊടുക്കിയത്. പ്രതിശ്രുതവരൻ 26-കാരനായ അമലിനെ വീഡിയോ കോൾ വിളിച്ച ശേഷമാണ് തൂങ്ങി മരിച്ചത്. SBI കർണാടക ഹുസൂരിലെ ജീവനക്കാരിയാണ് അനുശ്രീ. ഇതിനു പിന്നാലെയാണ് അമലും ജീവനൊടുക്കിയത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. SBI ജീവനക്കാരായ ഇരുവരും ഏറെ നാളായി സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, അപ്പം ഇതുവരെ ഇതിന്റെ ഒരു കാര്യങ്ങളും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാസർഗോഡാണ് ഈ പെണ്ണിന്റെ വീടും കാര്യങ്ങളൊക്കെ. പള്ളിക്കാരെ പൂച്ചക്കണ്ടിട്ട് കാട്ടാമ്പള്ളി സ്വദേശി അനുശ്രീയാണ്, 25 വയസ്സുകാരിയാണ് മരിച്ചത്. എറണാകുളം MG റോഡില്ല ജോലിയാണ് ഈ പറയുന്നത്. അവിടെയും ബാങ്കിൽ തന്നെയാണ്. അമൽ 26 വയസ്സ്. അപ്പോൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഒരാൾ മൈസൂരിലോട്ട് ട്രാൻസ്ഫറായി, ഒരാൾ ഈ പറയുന്ന എറണാകുളത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആഗസ്റ്റ് 8-ന് ഈ പറയുന്ന പെണ്ണിന്റെ പായത്ത് വീട് അനുശ്രീയുടെ വീട്ടിലെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന അമലിന് ഒരു വീടും വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ആയിട്ടാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തത്. പോരാത്തിന് ഒരു ദിവസം ഈ പറയുന്ന അമല് ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളതാണ് ഇവരുടെ ഫാമിലി. അവരൊക്കെ തന്നെ നിശ്ചയം കഴിഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ ഒരു വീട്ടിൽ അവിടെ താമസിക്കുകയും ചെയ്തതാണ് അവർ. ഓക്കെ, അത്ര ഇതായിട്ട് പോയ വ്യക്തികൾ പിന്നീട് അറിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ അനുശ്രീ പോകുന്നു. പിന്നെ പുള്ളിക്ക് സഹിക്കാൻ വയ്യാതെ പുള്ളി സുഹൃത്തുക്കളെ വിളിച്ച് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളിയും ജീവൻ കളയൊക്കെ ചെയ്തു. അപ്പം ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തത് ഈ പറയുന്നത് അനുശ്രീയാണ്. അനുശ്രീ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അനുശ്രീ ഒരു കാര്യം കാണിക്കുകയൊക്കെ ചെയ്തത്. അപ്പം മൈസൂർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ജോലി ചെയ്യുന്ന സ്ഥലത്തെ. അപ്പം ബാങ്കിലെ സ്റ്റാഫാണല്ലോ. അപ്പം വാടക വീട്ടിലാണ് കൂട്ടുകാരികളും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് ഫ്രണ്ട്സ് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കാണാനിടയായത്. അപ്പോൾ എന്താ ഫിനാൻഷ്യൽ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് വീട്ടുകാരും കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന ചന്ദ്രൻ റീനയുടെ മകളാണ് ഈ പറയുന്ന അനുശ്രീ. അച്ഛൻ ഈ ഗ്യാസിൻ്റെ എന്തോ സ്ഥാപനത്തിലും കണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുവാണ്. അതിൻ്റെ കറക്റ്റ് വിവരം അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ ഒരു അനീതിയുണ്ട്. അപ്പോൾ അനുശ്രീയുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴും റീസൺ ഒന്നും അറിയത്തില്ല. അനുശ്രീയെ കുറിച്ചാണെങ്കിൽ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല അഭിപ്രായം, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വലിയ എന്തോ പ്രോബ്ലം കാണണം. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെക്കൻ എന്തായാലും പേടിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. അനുശ്രീക്ക് എന്താണ് അവിടെ പറ്റിയെന്നാണ് ഇപ്പോഴും അറിയാത്തൊരു കാര്യം. ഇനി വല്ല ഇടപാടുകളുണ്ടോ, അങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നൊക്കെ. ഇവൻ പെട്ടെന്ന് ഈ പേടിച്ചിട്ട് ഇവൻ ഈ ജീവൻ കളയുവാണെങ്കിൽ എന്തോ ഇവരുടെ ഇടയിൽ ഉണ്ടായി എന്തോ വിഷയമാവാനാണ് കൂടുതലും ചാൻസ്. അല്ലെങ്കിൽ ഇവർ ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം പോയി ജീവൻ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ കാര്യങ്ങൾ അവിടുത്തെ പോലീസിൻ്റെ കയ്യിലാണ് ഈ പറയുന്ന ഫോണും കാര്യങ്ങളൊക്കെ. മൈസൂരിലെ പോലീസിൻ്റെ കയ്യിലാണ് ഈ പറയുന്ന അനുശ്രീയുടെ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കേസിൽ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അനുശ്രീയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളൊക്കെ മാത്രമാണ്. പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ വീട്ടിൽ 8-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീടൊക്കെ നോക്കുന്നതും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ പോയി ഒന്ന് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഒരു ദിവസം ആ വീട്ടിൽ നിന്നിട്ടാണ് മടങ്ങുകയും ചെയ്തത്. പുള്ളിക്കാരി മൈസൂരിലും പോയി, ഈ പുള്ളിക്കാരൻ എറണാകുളത്തോട്ട് പോകും കൂടെ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. 2 മാസം മുമ്പ് നിശ്ചയം കഴിച്ചു. ഡിസംബർ 26-ാം തീയതി കല്യാണവും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതെന്ത് പറ്റി? അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫോൺ ഇടപാടോ അല്ല ആരെങ്കിലും ലാസ്റ്റ് ആരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്തത്, കോള് വിളിച്ചത്, അതിൻ്റെ എല്ലാം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവൻ ഇത്ര മനംനൊന്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, സ്നേഹിച്ച് കൊണ്ട് പോയിന്റ് ഇതായിരിക്കും, അപ്പോൾ അത്രമാത്രം ഇഷ്ടമായിരിക്കാം. ഇനി പേടിച്ചിട്ടാണോ? ഒന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. ഈ പുള്ളിക്കാരൻ താമസിച്ച് അവിടെ നിന്ന് മാറി വേറൊരു ലോഡ്ജിൽ പോയിട്ടാണ് പുള്ളി ജീവൻ കളഞ്ഞത്. അപ്പോൾ കൂട്ടുകാർക്ക് അതുപോലെ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കറക്റ്റായിട്ട് അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, എന്താണ് ഇതിൻ്റെ വിഷയം, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ജീവൻ കളയാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ
അപ്പം പല ന്യൂസിലും പല കഥകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നിനകത്ത് പറഞ്ഞത് വീട്ടുകാർ ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ചെന്ന് കൂട്ടുകാരെ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് സന്തോഷമായിട്ട് പോയൊരു വ്യക്തിക്ക് അതിൽ എന്ത് സംഭവിച്ചു? ഇനി പയ്യൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? അത് പെണ്ണിനെ താങ്ങാൻ പറ്റാത്തതായിരുന്നു? ഈ തമാശയ്ക്ക് വല്ലതും കാണിച്ചാണോ? ഈ പറയുന്ന അമൽ ജീവനോട് ഇരിക്കാത്തതുകൊണ്ട് നമുക്കതും കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇത്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഈ പറയുന്ന വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വീട് പണി, അത് അങ്ങനെയുള്ള. ഇപ്പം ചിലയിടത്തൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഞാനും കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോഴും ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ്. അവിടെ നടന്ന ആ രാത്രി 1 മണി 2 മണി സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു അപ്ഡേറ്റും ആർക്കും കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഫ്രണ്ടും ഈ പറയുന്ന കുട്ടിയുടെ ഫ്രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർ ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഇല്ലെന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് പറയാൻ വേണ്ടി ചെയ്തത്. മുമ്പത്തെ ദിവസം അങ്ങോട്ട്. ഓക്കെ, അപ്പം എന്താണ് ഇവരുടെ എല്ലാ പ്രശ്നം ഇത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഫോൺ സെർച്ച് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഇടപാടിൻ്റെയോ പിന്നെ ഇവരുടെ ചാറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പിന്നെയെങ്കിലും പറ്റും. ഓക്കെ, ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബൈ, ലവ് യുവർ ഗൈസ്.